Dear students, breathing and exchange of gases അടുത്ത പാർട്ട് നമുക്ക് പഠിക്കാനുള്ളത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. എങ്ങനെയാണ് ഗ്യാസുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്? റെസ്പിറേറ്ററി സിസ്റ്റം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഹ്യൂമൻ ബീയിങ്ങിൽ പെയർ ഓഫ് ലങ്സ് ഉള്ള കാര്യം പറഞ്ഞു. ലങ്സിലേക്ക് എയർ വരുന്ന കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലങ്സിൽ നമ്മൾ എക്സ്റ്റേണൽ നോസ്ട്രൽസ് വഴി എയർ എടുക്കുന്നു. നേരെ അത് ട്രക്കിയ വഴി ബ്രോങ്കസ് ഡിവൈഡ് ചെയ്ത് ബ്രോങ്കിയോളുകളാവുന്നു. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ബ്രോങ്കിയോളുകളാവുന്നു. ഓരോ ബ്രോങ്കിയോളുകളും എൻഡ് ചെയ്യുന്ന റീജൻസിനെയാണ് നമ്മൾ ആൽവിയോളൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ആൽവിയോളയ്ക്കുള്ളിൽ വെച്ചാണ് ഗ്യാസ് എക്സ്ചേഞ്ചുകൾ നടക്കുന്നത്. അതെങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൽവിയോളൈ ആർ ദ പ്രൈമറി സൈറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അപ്പോൾ ഗ്യാസ് എക്സ്ചേഞ്ചിൻ്റെ പ്രധാനപ്പെട്ട സൈറ്റ് എന്ന് പറയുന്നത് ആൽവിയോളയാണ്. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഓൾസോ ഒക്കർ ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. ബ്ലഡും ടിഷ്യൂസ്. അപ്പോൾ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുക എന്ന് പറയുന്നത് രണ്ട് സ്ഥലങ്ങളിൽ വെച്ചാണ്. ഒന്ന്, നമുക്കറിയാം, നമ്മൾ എടുക്കുന്ന എയർ ലങ്സിൽ കൂടി ചെന്ന് ആൽവിയോളസിനകത്തേക്ക് എത്തും, അല്ലേ? ആൽവിയോളസിന് ചുറ്റിനും ധാരാളം ബ്ലഡ് വെസൽസ് ഉള്ളത് കാര്യം നമുക്കറിയാം, അല്ലേ? അപ്പോൾ ബ്ലഡിൻ്റെ അകത്തേക്ക്, ഇത് ആൽവിയോളയാണ് ഈ കാണിച്ചിരിക്കുന്ന പടം, അല്ലേ? ആൽവിയോളസിൻ്റെ അകത്ത് വരുന്ന എയറിൽ നിന്ന് ഡിഫ്യൂഷൻ വഴിയാണ് ഈ കാണിച്ചിരിക്കുന്ന ബ്ലഡ് ക്യാപ്പിലറിയിലേക്ക് ഡിഫ്യൂഷൻ വഴി ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കും. ഓക്സിജൻ ബ്ലഡിലേക്കും പോകും, ബ്ലഡിലുള്ള കാർബൺ ഡയോക്സൈഡ് തിരിച്ച് ആൽവിയോളസിൻ്റെ അകത്തേക്കും എൻട്രി. അപ്പോൾ ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഇവിടെ വെച്ചാണ്. അതേപോലെ നെക്സ്റ്റ് ഗ്യാസ് എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് ദ ടിഷ്യൂ. നമുക്കറിയാമല്ലോ, ബ്ലഡ് ഈ ഓക്സിജനെ വഹിച്ചുകൊണ്ട് പോയി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും ടിഷ്യൂസിന് എത്തിച്ചുള്ളൂ. അപ്പോൾ ടിഷ്യൂസും ബ്ലഡും തമ്മിലും അവിടെ ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് തരം ഗ്യാസ് എക്സ്ചേഞ്ച് ആണ്. ടിഷ്യൂ ലെവലിലുള്ള ഗ്യാസ് എക്സ്ചേഞ്ച് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സെൽസിലേക്കുള്ള ഗ്യാസ്, ബ്ലഡ് കടന്നു പോകുന്ന സമയത്ത് ടിഷ്യൂസിലേക്ക്, ഇതൊരു ടിഷ്യൂ ആണെങ്കിൽ ആ ടിഷ്യൂവിലേക്ക് ഓക്സിജൻ കൊടുക്കുകയും കാർബൺ ഡയോക്സൈഡ് തിരിച്ച് മേടിക്കുകയും ചെയ്യുന്ന ഗ്യാസ് എക്സ്ചേഞ്ച്. അപ്പോൾ രണ്ട് സ്ഥലങ്ങളിൽ വെച്ചാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുക. ആൽവിയോളസിൽ വെച്ച് നടക്കുന്നുണ്ട്, ടിഷ്യൂസിലും ബ്ലഡും തമ്മിലുള്ള ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ഇനി ഡിഫ്യൂഷൻ, ഈ നമ്മൾ പറഞ്ഞ ഈ രണ്ട് സ്ഥലങ്ങളിലും നടക്കുന്നത് ത്രൂ സിമ്പിൾ ഡിഫ്യൂഷനാണ്. ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആർ എക്സ്ചേഞ്ച് ഇൻ ദ ആൽവിയോളൈ ആൻഡ് ടിഷ്യൂസ് ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ, മെയിൻലി ബേസ്ഡ് ഓൺ പ്രഷർ ഓർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഈ ഡിഫ്യൂഷൻ നടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തുനിന്ന്. ഇപ്പോൾ കോൺസെൻട്രേഷൻ ഇപ്പോൾ എവിടെയാണ് ഈ ഓക്സിജൻ്റെ അളവ് കൂടുതലെന്ന് വെച്ചാൽ അവിടുന്ന് നിന്ന് ബ്ലഡിലേക്ക് എൻ്റർ ചെയ്യും. അതുപോലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ബ്ലഡിലായിരിക്കും എപ്പോഴും കൂടുതൽ. അപ്പോൾ ആ ബ്ലഡിൽ നിന്ന് തിരിച്ച് ആൽവിയോളാർ എയറിലേക്ക് പോകും. അപ്പോൾ അതിനെയാണ് നമ്മൾ സിമ്പിൾ ഡിഫ്യൂഷൻ. അത് ഒന്നുകിൽ പ്രഷർ വഴിയോ, അല്ലെങ്കിൽ പ്രഷറിൻ്റെ ബേസിസിലോ, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ്റെ വ്യത്യാസത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗ്യാസിൻ്റെ, ഓക്സിജനും കാർബൺ ഡയോക്സൈഡിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നത്. അതാണ് നെക്സ്റ്റ്. ഇത് നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രഷറിനെ കുറിച്ച്, പ്രഷറിൻ്റെ വ്യത്യാസം അനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിവിടെ പഠിക്കേണ്ട ഒരു വാക്കാണ് പാർഷ്യൽ പ്രഷർ. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. എന്താണ് പാർഷ്യൽ പ്രഷർ? പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ദ പ്രഷർ കോൺട്രിബ്യൂട്ടഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഗ്യാസ് ഇൻ എ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഈസ് കോൾഡ് പാർഷ്യൽ പ്രഷർ ആൻഡ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് PO2 ഫോർ ഓക്സിജൻ ആൻഡ് PCO2 ഫോർ കാർബൺ ഡയോക്സൈഡ്. എന്താണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്? അതായത് ഒരു മിശ്രിതത്തിൽ, ഇപ്പോൾ അറ്റ്മോസ്ഫറിക് എയർ എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു മിക്സ്ചർ ഓഫ് ഗ്യാസ് ആണ്, അല്ലേ? എല്ലാ വാതകങ്ങളുടെയും എല്ലാ ഗ്യാസുകളുടെയും ഒരു മിക്സ്ചറാണ് ഈ അറ്റ്മോസ്ഫറിക് എയർ. അപ്പോൾ ആ ഒരു മിക്സ്ചർ ഓഫ് എയറിൻ്റെ അത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഗ്യാസിൻ്റെ പ്രഷറിനെ നമ്മൾ പറയുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. അതാണ് പാർഷ്യൽ പ്രഷർ കോൺട്രിബ്യൂട്ടഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഗ്യാസ്, ഒറ്റയ്ക്കുള്ള ഗ്യാസ് ഇൻ എ മിക്സ്ചർ ഓഫ് ഗ്യാസ് ഈസ് കോൾഡ് പാർഷ്യൽ പ്രഷർ ആൻഡ് ഈസ് റെപ്രസെൻറ്റഡ് ആസ്. ഇതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമ്മൾ പാർഷ്യൽ പ്രഷർ എഴുതുന്ന PO2 എന്ന് എഴുതിയാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് PCO2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഈ പാർഷ്യൽ പ്രഷർ എവിടെയാണോ കൂടുതൽ, അവിടെ നിന്ന് പാർഷ്യൽ പ്രഷർ കുറഞ്ഞിടത്തേക്കാണ് എപ്പോഴും ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ വാക്ക് ഓർത്തുകൊണ്ടാണ് എന്താണ് പാർഷ്യൽ. അതായത് ഒരു മിശ്രിതത്തിലെ ഒരു ഇൻഡിവിജ്വൽ ഗ്യാസിൻ്റെ പ്രഷറിനെ പറയുന്നതാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയും.
ഇനി നമുക്ക് നോക്കാം ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ ആൽവിയോളി. ആൽവിയോളസിൻ്റെ അകത്ത് വെച്ച് എങ്ങനെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഡയഗ്രാം നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ ഗ്യാസ് എക്സ്ചേഞ്ച് എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാവും. ഇത് ഈ കാണിച്ചിരിക്കുന്ന പടത്തിൽ ഈ ഭാഗം എന്ന് പറയുന്നത് ഇത് ആൽവിയോളസ് ആണ് കാണിച്ചിരിക്കുന്നത്. ആൽവിയോളസ് നമുക്കറിയാം ലങ്സിലാണുള്ളത് അല്ലേ. ഈ കാണിച്ചിരിക്കുന്നത് ഹൃദയമാണ് അല്ലേ. ഹൃദയത്തിന് നമുക്കറിയാം 4 അറകളുള്ള കാര്യം അറിയാം. അതിൻ്റെ അകത്തുനിന്ന് ബ്ലഡ് വെസൽ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലങ്സിലേക്ക് വരുന്ന ബ്ലഡ് വെസൽ, അതായത് നമ്മളിവിടെ പഠിച്ച റൈറ്റ് ഓറിക്കിൾ, ലെഫ്റ്റ് ഓറിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ ഈ ഓരോ ചേമ്പേഴ്സിൽ നിന്നും ഓരോ ബ്ലഡ് വെസൽസ് എറൈസ് ചെയ്യുകയും തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഒരു ബ്ലഡ് വെസൽ കോൾഡ് ആസ് പൾമനറി ആർട്ടറി അല്ലേ, ഇമ്പ്യൂർ ബ്ലഡ് കൊണ്ടുപോയി ലങ്സിൽ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് തിരിച്ചത് പൾമനറി വെയിൻ വഴി ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ഈ ബ്ലഡ് വെസൽ ലങ്സിൽ പോകുന്ന ബ്ലഡ് വെസലാണ്. ഈ ബ്ലഡ് വെസലിൽ വെച്ചാണ് എന്ത് നടക്കുന്നത്, ആൽവിയോളാർ എയറിലെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ ഈ ബ്ലഡ് വെസൽ ലങ്സിൽ എൻ്റർ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ലാർജ് നമ്പർ ഓഫ് ക്യാപ്പിലറീസ് ആക്കുകയും ആ ക്യാപ്പിലറീസ് എല്ലാം ആൽവിയോളസിനെ പൊതിഞ്ഞു കാണുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഈ പ്രദേശത്ത് വെച്ചാണ് ആൽവിയോളാർ എയറിൽ നിന്ന് ഈ ക്യാപ്പിലറിയിലേക്ക് അതായത് പൾമനറി ആർട്ടറിയുടെ ക്യാപ്പിലറിയിലേക്കാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഡിഫ്യൂഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ എന്തിൻ്റെ ബേസിസിലാണെന്നാണ് പറയുന്നത്, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, അന്തരീക്ഷത്തിലെ എയറിൻ്റെ അകത്ത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലാണ്. അപ്പോൾ ആ കൂടുതലായിട്ട് നിൽക്കുന്ന എയറിൻ്റെ അകത്തുനിന്ന് അത് ഈ ബ്ലഡിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ലെസ്, കുറവാണ്. അപ്പോൾ എന്ത് പറ്റും, ഇവിടെ നിന്ന് ഓക്സിജൻ ബ്ലഡിലേക്ക് എൻ്റർ ചെയ്യും. അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഈ ബ്ലഡിൻ്റെ അകത്ത് കൂടുതലായിരിക്കും ഇവിടെ, കാരണം ഇത് പൾമനറി ആർട്ടറിയാണ്. പൾമനറി ആർട്ടറിയെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പൾമനറി ആർട്ടറി ക്യാരീസ് ഇംപ്യൂർ ബ്ലഡ്. ഇറ്റ് ഈസ് ദ ഓൺലി ആർട്ടറി വിച്ച് ക്യാരി ഇംപ്യൂർ ബ്ലഡ്. ഇംപ്യൂർ ബ്ലഡ് എന്നോ അല്ലെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, ഓക്സിജൻ കുറവുള്ള ബ്ലഡ്. ഓക്സിജൻ കുറവാണെങ്കിലും കാർബൺ ഡയോക്സൈഡ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുതലാണ് അല്ലേ. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ഈ ബ്ലഡിൽ നിന്ന് ആൽവിയോളസിലേക്ക് ഡിഫ്യൂഷൻ നടക്കും. ഇനി അതുപോലെ ഈ ഡിഫ്യൂഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ പൾമനറി വെയിനാണ് അത് തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ ഹൃദയത്തിൽ നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ഓറിക്കിളിലാണ് എൻട്രി ചെയ്യുന്നത്. ഈ ലെഫ്റ്റ് ഓറിക്കിളിൽ നിന്ന് അത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ചെന്നിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അയോർട്ട വഴി ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് പോകുന്നുണ്ട് ഈ ബ്ലഡ് അല്ലേ. അയോർട്ട നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ലാർജസ്റ്റ് ആർട്ടറിയാണ്. ഈ അയോർട്ട ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള കോശങ്ങൾക്കും എല്ലാം ഈ ബ്ലഡ് കൊടുക്കും. അപ്പോൾ ഈ ബ്ലഡിൻ്റെ അകത്ത് എന്ത് കൂടുതലായിട്ടിരിക്കുകയാണ്, ഓക്സിജൻ കൂടുതലും കാർബൺ ഡയോക്സൈഡ് കുറവാണ്. അപ്പോൾ ഈ ഓക്സിജനെ ഇതിനെ കടന്നു പോകുന്ന സമയത്ത് സെല്ലുകൾ വഴി കടന്നു പോകുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഈസ്, അല്ലെങ്കിൽ ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ഹൈ ഇൻ ദ ബ്ലഡ് ദാൻ ഇൻ ദ സെൽസ്. സെല്ലിനെക്കാട്ടിൽ കൂടുതൽ എപ്പോഴും ബ്ലഡിലാണ്. അപ്പോൾ ആ ബ്ലഡിൽ നിന്ന് ഓക്സിജൻ സെല്ലുകളിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. സെല്ലിൻ്റെ അകത്ത് നമുക്കറിയാം ഓക്സിജൻ നേരത്തെ കിട്ടിയ ഓക്സിജൻ വെച്ച് അവിടെ മെറ്റബോളിസം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ധാരാളം കാർബൺ ഡയോക്സൈഡ് അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ആ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് സെല്ലുകളിൽ കൂടുതലും, അപ്പോൾ സെല്ലിൽ നിന്ന് അത് ഡിഫ്യൂസ് ചെയ്ത് ബ്ലഡിലേക്ക് പോകും. അതാണ് ഇവിടെ നമ്മൾ ടിഷ്യൂ ലെവലിലുള്ള ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് ആണ്. എന്നിട്ട് തിരിച്ചു വരുന്ന കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ ബ്ലഡാണ് അടുത്ത ഇതിലേക്ക് വരുന്നത് അല്ലേ. ഇവിടെ നിന്ന് സെല്ലുകളുടെ ഇടയിൽ നിന്ന് തിരിച്ച് വെയിനായിട്ടാണ് വരുന്നത്. ആ വെയിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സുപ്പീരിയർ വീന കാവ. 2 വെയിനുകളാണ്, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവയായിട്ട് തിരിച്ച് ലങ്സിൽ വരും. ലങ്സിൽ നിന്ന് വീണ്ടും ആ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ഓക്സിജനേറ്റഡ് ആക്കാൻ അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യാനാണ് നമ്മൾ ലങ്സിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് സ്കൂളിലൊക്കെ. നമ്മുടെ ഹൃദയത്തിൽ 2 തരം സർക്കുലേഷൻ ഉള്ളതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. പൾമനറി സർക്കുലേഷൻ എന്നും സിസ്റ്റമിക് സർക്കുലേഷൻ എന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് പൾമനറി സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ലങ്സിൽ പോയിട്ട് തിരിച്ച് ഹൃദയത്തിലേക്ക് വരുന്നു അല്ലേ. ഇനി ഇത് എന്ന് പറയുന്നത് സിസ്റ്റമിക് എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് അയോർട്ട വഴി പോയി ശരീരത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് കടന്നു പോയിട്ട് 2 വെയിനുകളായിട്ട് തിരിച്ച് ഹൃദയത്തിലേക്ക് വരും. സുപ്പീരിയർ ഇൻഫീരിയർ വീന കാവയായിട്ട് തിരിച്ചു വരും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സർക്കുലേറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന 2 സൈറ്റുകളെ കുറിച്ചാണ്.
ആ സൈറ്റിൽ എങ്ങനെയാണ് ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ ഓക്സിജൻ്റെ ഡിഫ്യൂഷൻ നടക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ അളവ് ഇവിടെ കൂടുതലായതുകൊണ്ട് ഇവിടെ നിന്ന് ഓക്സിജൻ ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യും. ബ്ലഡിൽ കാർബൺ ഡയോക്സൈഡ് കൂടുതലായതുകൊണ്ട് കാർബൺ ഡയോക്സൈഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി. അപ്പോൾ ഈ ആരോ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് എന്തിൻ്റെ ബേസിസിലാണെന്നാണ് പറയുന്നത്? പാർഷ്യൽ പ്രഷറിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഇവിടെ കുറേ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞാൽ അത്ര അങ്ങോട്ട് മനസ്സിലാവത്തില്ല, എന്നാലും ഓർത്തിരിക്കുക. ഞാനൊന്ന് വായിക്കാം. പാർഷ്യൽ പ്രഷർ ഓഫ് ഇൻസ്പയർഡ് എയർ ദാറ്റ് ഈസ് എൻറ്ററിങ് ഇൻ ലങ്സ് ഇസ് 159 എയർ ആണ്. പാർഷ്യൽ പ്രഷർ ഉള്ള എയറിനെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഓക്സിജൻ്റെ അളവാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രം ദ അറ്റ്മോസ്ഫിയറിക് എയർ ഓക്സിജൻ ഡിഫ്യൂസസ് ഇൻ ടു ദ ആൽവിയോളൈ ആൻഡ് ആൽവിയോളാർ പാർഷ്യൽ പ്രഷർ ബിക്കം 104. 159 ഉള്ള എയർ ആണ് നമ്മൾ ആൽവിയോളസിലേക്ക് എടുക്കുമ്പോൾ ആൽവിയോളസിൻ്റെ അകത്ത് കുറച്ച് കാർബൺ ഡയോക്സൈഡും മറ്റ് ഗ്യാസുകളും ഒക്കെ ഉണ്ട്. അതുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ പാർഷ്യൽ പ്രഷർ എത്രയാകും? 159 നിന്ന് 104 ആകും. അപ്പോഴും ഈ ഓക്സിജൻ്റെ അളവ് ഇവിടെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ബ്ലഡിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്ലഡിൽ ഇവിടെ പറയുന്നുണ്ട് ഇതാണ്ട് 95 ഉള്ളൂ അല്ലേ, കുറവാണ്. അപ്പോൾ 104 കൂടുതലായതുകൊണ്ട് ബ്ലഡ് ഇവിടെ നിന്ന് ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. ആൽവിയോളാർ എയറിൽ നിന്ന് ഓക്സിജൻ ഫ്രം ദ ആൽവിയോളൈ ഡിഫ്യൂസസ് ഇൻ ദ ബ്ലഡ് ആൻഡ് ദ ബ്ലഡ് പാർഷ്യൽ പ്രഷർ ബിക്കം 95. അത് അങ്ങനെ ഇനി ബ്ലഡിൽ കുറവാകുമ്പോൾ അതിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അത് 95 ആയിട്ട് മാറും. ബ്ലഡ് ഡെലിവേഴ്സ് ഓക്സിജൻ ടു ദ ടിഷ്യൂ. ഇത് ഇവിടെ നിന്ന് വന്ന് ഓക്സിജൻ ആർക്ക് കൊടുക്കുന്നു? ടിഷ്യൂസിനെല്ലാം കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഓക്സിജൻ എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ബിക്കംസ് 40 millimeter mercury എന്ന് പറഞ്ഞ ആകും. Thus partial pressure of oxygen in the alveoli is higher than that of the deoxygenated blood and oxygen diffuses into the blood. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആൽവിയോളാർ എയറിലാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ബ്ലഡിലേക്ക് ഓക്സിജൻ എൻ്റർ ചെയ്തിരിക്കും. അതാണ് ഇവിടെ നമ്മൾ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിനെ കുറിച്ച് പറഞ്ഞത്. ഓക്സിജൻ്റെ എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് നമ്മൾ. ഇനി നെക്സ്റ്റ് പറയുന്നത് കാർബൺ ഡയോക്സൈഡിൻ്റെ എക്സ്ചേഞ്ച് എങ്ങനെയാണ് നടക്കുന്നത്. അതും ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആൽവിയോളാർ എയറിൽ ഓക്സിജൻ്റെ അളവാണ് കൂടുതലായിട്ടിരിക്കുന്നത്. കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് നമുക്കറിയാം അന്തരീക്ഷത്തിൽ കുറവാണ് അല്ലേ. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ്റെ അളവും എയറിൻ്റെ അകത്തുള്ള അളവെന്ന് പറയുന്നത് നമ്മുടെ ആൽവിയോളസിൽ എൻ്റർ ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് 40 millimeter mercury. 40 millimeter mercuryയിലേ ആയിരിക്കത്തുള്ളൂ. എന്നിട്ട് അത് ബ്ലഡിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യും. ബ്ലഡ് ആൽവിയോളാർ എയറിൽ കൂടുതലും ബ്ലഡിൽ കുറവുമാണ് അല്ലേ, സോറി ബ്ലഡിൽ കൂടുതലുമാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഭാഗത്തെ ബ്ലഡിൻ്റെ അകത്ത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് 45. അതേസമയം ആൽവിയോളാർ എയറിൽ 40 ഉള്ളൂ. അപ്പോൾ കൂടുതൽ ബ്ലഡിലാണ് അല്ലേ. അപ്പോൾ ബ്ലഡിൽ നിന്ന് എവിടേക്ക് ഡിഫ്യൂസ് ചെയ്യും? ആൽവിയോളാർ എയറിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. ഇവിടുന്ന് അങ്ങോട്ടായിരിക്കും പോകുന്നത്. മുമ്പ് നമ്മൾ പറഞ്ഞ ഓക്സിജൻ ഇങ്ങോട്ടാണ് വരുന്നത്. ഇവിടെ കാർബൺ ഡയോക്സൈഡ് ബ്ലഡിൽ നിന്ന് ആൽവിയോളാർ എയറിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. അതാണ്. അതുപോലെ ഇവിടെ തിരിച്ച് ഇതിലേ പോകുന്ന സമയത്ത് നമുക്കറിയാം ബ്ലഡിൽ വരുമ്പോൾ ബ്ലഡ് അയോർട്ട വഴി കടന്നു പോകുന്ന സമയത്ത് സെല്ലുകളിലെല്ലാം ധാരാളം കാർബൺ ഡയോക്സൈഡ് കാണും. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് അളവ് സെല്ലിൽ കൂടുതലാണ്. അപ്പോൾ സെല്ലിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്ത് ബ്ലഡിലേക്ക് കാർബൺ ഡയോക്സൈഡ് പോകും. അപ്പോൾ ഇതാണ് രണ്ട് തരം കാർബൺ ഡയോക്സൈഡിൻ്റെ എക്സ്ചേഞ്ചും ഓക്സിജൻ്റെ എക്സ്ചേഞ്ചും. ഈ പടം ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമുക്ക് എങ്ങനെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് എവിടെയൊക്കെ വെച്ച് നടക്കുന്നു, അത് എന്തിൻ്റെ ബേസിസിലാണെന്ന് മാത്രം ഓർത്തിരിക്കുക. പാർഷ്യൽ പ്രഷർ എവിടെയാണോ കൂടുതൽ അവിടെ നിന്ന് കുറവുള്ളിടത്തേക്ക് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത് കാണിക്കുന്ന ഒരു ഗ്രാഫ്, ഒരു ടാബുലർ കോളം പറയുന്നുണ്ട്. റെസ്പിറേറ്ററി ഗ്യാസസ് ഏതൊക്കെയാണ്? ഓക്സിജനും കാർബൺ ഡയോക്സൈഡ്. അറ്റ്മോസ്ഫിയറിക് എയറിൽ 109 ആണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് അന്തരീക്ഷത്തിലെ എയറിൻ്റെ അകത്ത് 0.3 ആണ് നമ്മുടെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് ആൽവിയോളസിൽ എത്തുമ്പോൾ ഓക്സിജൻ 104 ആകും, കാർബൺ ഡയോക്സൈഡ് 40 ആകും. എന്തുകൊണ്ടാണ് 40 ആവുന്നതെന്ന് നമുക്കറിയാം. സെല്ലിൻ്റെ അകത്തു നിന്നെല്ലാം കാർബൺ ഡയോക്സൈഡ് ആൽവിയോളസിൽ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ. സെല്ലിൽ ബ്ലഡ് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടിട്ടേക്കാണ്. ഇനി ബ്ലഡ് ഇൻ ഓക്സിജനേറ്റഡ് പറയുമ്പോൾ, ബ്ലഡിൻ്റെ അകത്തെ അവസ്ഥ പറയുമ്പോൾ ഓക്സിജൻ്റെ 40ഉം മറ്റിടത്ത് 45. ബ്ലഡിൻ്റെ അകത്തെ കണ്ടൻ്റാണ് ഈ പറഞ്ഞത്. ഇനി ഡീഓക്സിജനേറ്റഡ് ആണ് ഈ പറഞ്ഞത്. ഓക്സിജനേറ്റഡ് ആകുമ്പോൾ അത് 95ഉം 40ഉമായിട്ട് മാറും. ടിഷ്യൂവിൽ വരുമ്പോൾ 40ഉം 45. ഈ കണക്കൊന്നും അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. ജസ്റ്റ് നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു കോളത്തിൽ ഇത് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് പാർഷ്യൽ പ്രഷറിൻ്റെ ഡിഫറൻസിലാണെന്ന് മാത്രം
ഓർത്തിരുന്നാൽ മതി. എന്നിട്ട് എവിടെയൊക്കെ വെച്ചാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നതെന്ന് ഓർക്കുക. ഇനി നമുക്ക് ഹൗ ഫാർ ദ സ്ട്രക്ചർ ഓഫ് ആൽവിയോളൈ ഈസ് ഫേവറബിൾ ഫോർ ഗേഷ്യസ് എക്സ്ചേഞ്ച്. ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കാൻ എത്രത്തോളം അനുയോജ്യമാണ് നമ്മുടെ ആൽവിയോളാർ സ്ട്രക്ചർ എന്നാണ് ഇവിടെ പറയുന്നത്. ദ ഡിഫ്യൂഷൻ മെംബ്രെയിൻ ഓഫ് ആൽവിയോളൈ ഈസ് മേഡ് അപ്പ് ഓഫ് 3 മേജർ ലെയേഴ്സ്. അതായത് ഈ ആൽവിയോളറിൻ്റെ ഭിത്തിയിൽ കൂടിയാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. ഈ ആൽവിയോളാർ മെംബ്രെയിനിൽ 3 പാളികളാണുള്ളത്. 3 പാളികൾ ഇവിടെ വരുന്നുണ്ട്. ഒന്നാമത്തത് ആൽവിയോളസിൻ്റെ സ്ക്വാമസ് എപ്പിത്തീലിയം. സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളൈ ഇത് വരും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ദ എൻഡോത്തീലിയം ഓഫ് ആൽവിയോളാർ ക്യാപ്പിലറി. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആൽവിയോളസിന് ചുറ്റിനും ധാരാളം ക്യാപ്പിലറീസും നെറ്റ്വർക്കായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എൻഡോത്തീലിയം നമുക്കറിയാം, ഔട്ടർ ലെയർ എപ്പിത്തീലിയം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആൽവിയോളസിൻ്റെ ക്യാപ്പിലറിയുടെ ഭിത്തി നിർമ്മിച്ചിരിക്കുന്ന ലെയർ, അതിനെയാണ് എൻഡോത്തീലിയം ഓഫ് ആൽവിയോളാർ. പിന്നെ ദ ബേസ്മെൻറ്റ് സബ്സ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ, ഇതിൻ്റെ ഇടയിലുള്ള ബേസ്മെൻറ്റ് സബ്സ്റ്റൻസ്. ഇറ്റ്സ് ടോട്ടൽ തിക്നെസ് ഇസ് മച്ച് ലെസ് ദാൻ എ മില്ലിമീറ്റർ. ഇതിൻ്റെ മൊത്തത്തിൽ തിക്നെസ് എന്ന് പറയുന്നത് 1 മില്ലിമീറ്ററിനെക്കാട്ടിൽ കുറവാണ്. അതുകൊണ്ട് ഇതിൽ കൂടെ എളുപ്പം ഡിഫ്യൂഷൻ നടക്കും എന്നാണ് പറഞ്ഞത്. അതായത് ആൽവിയോളാർ എയറിൽ നിന്ന് ക്യാപ്പിലറി രണ്ടിൻ്റെയും ഭിത്തിക്ക് കനം തീരെ കുറവാണ് അല്ലേ. തിക്നെസ് ഏകദേശം 1 മില്ലിമീറ്ററേ വരുന്നുള്ളൂ രണ്ടും കൂടെ ചേർന്നിട്ട്. സ്ക്വാമസ് എപ്പിത്തീലിയം ആൽവിയോളസിൻ്റെ സ്ക്വാമസ് എപ്പിത്തീലിയവും അതുപോലെ തന്നെ ക്യാപ്പിലറിയുടെ എപ്പിത്തീലിയവും കൂടെ ചേരുമ്പോൾ കുറച്ച് തിക്നെസ്സേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ വെച്ച് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നല്ല രീതിയിൽ നടക്കും. ഇനി നമുക്ക് പഠിക്കുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. നമ്മൾ ഓക്സിജൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ടാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. എങ്ങനെയാണ് ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്? അപ്പം ഓക്സിജന് ബ്ലഡിൽ കൂടെ വഹിച്ചുകൊണ്ട് പോകുന്നത് നമുക്കറിയാം അല്ലേ. ബ്ലഡാണല്ലോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി എങ്ങനെയൊക്കെയാണ് ബ്ലഡിൽ കൂടി ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്ലഡിൻ്റെ അകത്ത് RBC, WBC എന്നൊക്കെയുള്ള കോശങ്ങളുണ്ട്. അതിൽ RBC ആണ് ഒരു മേജർ പങ്ക് വഹിക്കുന്നത് അത് ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ. അതായത് about 97% ഓഫ് ദ ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ RBC ഇൻ ദ ബ്ലഡ്. നമ്മുടെ RBCയിലെ ബ്ലഡിൽ കൂടിയാണ്, ബ്ലഡിലെ RBC ആണ് 97% ഓക്സിജനെ വഹിച്ചുകൊണ്ട് പോകുന്നത്. ദ റിമൈനിങ് 3% ഓഫ് ഓക്സിജൻ ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ദ ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ത്രൂ ദ പ്ലാസ്മ. അതായത് 100% ഉണ്ടെങ്കിൽ 97% RBC ആണ് വഹിച്ചുകൊണ്ട് പോകുന്നത് അല്ലേ. ബാക്കി 3% പ്ലാസ്മയിൽ ഡിസോൾവ്. പ്ലാസ്മ എന്ന് പറയുന്നത് നമുക്കറിയാം ബ്ലഡിൻ്റെ അകത്തെ ഫ്ലൂയിഡ് പാർട്ടിനെയാണ് നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഫ്ലൂയിഡ് പാർട്ടിൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത രീതിയിലാണ് ഓക്സിജന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നമുക്ക് ഇതെങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതായത് നമുക്കറിയാം RBCക്കകത്ത് ധാരാളം ഹീമോഗ്ലോബിൻ ഉണ്ട് അല്ലേ. RBCയിലെ ഹീമോഗ്ലോബിൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഓക്സിജനെ ക്യാരി ചെയ്യുന്നത്. ഹീമോഗ്ലോബിൻ ഈസ് എ റെഡ് കളേർഡ് അയൺ കണ്ടെയ്നിങ് പിഗ്മെന്റ് പ്രസന്റ് ഇൻ ദ RBCs. ഇറ്റ്സ് എ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീനാണ്. അതിൻ്റെ അകത്ത് എന്തുകൊണ്ട്, റെഡ് കളേർഡ് അയൺ ഉണ്ട്. അയൺ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് അല്ലേ. കണ്ടെയ്നിങ് പിഗ്മെന്റ്, ഇരുമ്പിൻ്റെ അംശമുള്ള ഒരു പിഗ്മെന്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. അതാണ് ഇതിനെ വഹിച്ചുകൊണ്ട് പോകുന്നത്. ഓക്സിജൻ can bind with the hemoglobin in a reversible manner to form the oxyhemoglobin. ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് ഇതാണ് RBCക്കകത്ത് ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി ചേർന്നിട്ട് ഓക്സിഹീമോഗ്ലോബിൻ എന്ന രീതിയിൽ ആണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ. ഈ റിയാക്ഷൻ നിങ്ങൾ എഴുതി വെക്കുക. ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി ചേരുമ്പോൾ ഓക്സിഹീമോഗ്ലോബിൻ. അത് റിവേഴ്സിബിൾ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഈ ഓക്സിഹീമോഗ്ലോബിനും ഉണ്ടാവും. ഓക്സിഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്ത് ഓക്സിജനും ഹീമോഗ്ലോബിനും ആയിട്ട് മാറും. ഇനി ഓക്സിഹീമോഗ്ലോബിനെ കുറിച്ച് പറയുമ്പോൾ ഈച്ച് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ, ഈ ഹീമോഗ്ലോബിൻ മോളിക്യൂളിൻ്റെ പടമാണ് ഈ കാണിച്ചത്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ മോളിക്യൂളാണ്. ഇറ്റ് ക്യാരി എ മാക്സിമം ഓഫ് 4 മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ. ഒരു ഹീമോഗ്ലോബിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്, 4 ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കഴിവുണ്ട്. 4 ഓക്സിജനെ ബൈൻഡ് ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ ഷോർട്ട് ഫോമാണ് HB. HB പ്ലസ് 4 ഓക്സിജൻ മോളിക്യൂൾ ഗീവ്സ് HbO8. അപ്പം ഓരോ 4 ഓക്സിജൻ മോളിക്യൂളിനെ വഹിക്കാൻ ഇതിന് പറ്റും. അതാണ് ഓക്സിഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്.
What are the factors which favor the formation of oxyhemoglobin in lungs and its dissociation in tissue? അപ്പോൾ ഒരു ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുമല്ലോ അല്ലേ, RBCയിലകത്ത് ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള എപ്പോഴും റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ഓക്സി ഹീമോഗ്ലോബിൻ. എപ്പോൾ വേണമെങ്കിലും അത് തിരിച്ച് ഡിസോസിയേറ്റ് ചെയ്ത് ഓക്സിജനും ഹീമോഗ്ലോബിനും ആകാം. അപ്പോൾ ആ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ ചില ഫേവറബിൾ ഫാക്ടേഴ്സ് അവിടെ ഉണ്ട്. ചുമ്മാതെ ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടെ കോമ്പൗണ്ട് ഉണ്ടാവത്തില്ല. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടായാലാണ് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. പരീക്ഷയ്ക്ക് നമുക്ക് പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇൻ ദ ആൽവിയോളയ്ക്കകത്ത് ഇങ്ങനെയുള്ള ചില കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ, ഈ ആൽവിയോളാർ എയറിൽ ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആയിരിക്കും. അതായത് ഒന്നാമത്തെ കാര്യം, അതിൻ്റെ അകത്ത് ആൽവിയോളസിൻ്റെ അകത്ത് ഓക്സിജൻ്റെ അളവ് കൂടുതലായിരിക്കും, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലായിരിക്കും. അത് പഠിച്ചു വെക്കുക. ബാക്കി പറയുന്നത് ലോ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് കുറവായിരിക്കണം. പിന്നെ പറഞ്ഞെന്താ, ലെസ്സർ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ, ഹൈഡ്രജൻ അയോണിൻ്റെ കോൺസെൻട്രേഷനും കുറവായിരിക്കണം. പിന്നെ ലോ ടെമ്പറേച്ചർ ആയിരിക്കണം, ടെമ്പറേച്ചറും കുറവ്. ഈ 4 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ in the alveoli help in the formation of oxyhemoglobin in the lung alveoli. അപ്പോൾ ആൽവിയോളയ്ക്കകത്ത് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ. ഈ 4 ഫാക്ടേഴ്സ് ഇത് നമ്മൾ കാണാൻ പഠിച്ചിരിക്കണം. എന്തൊക്കെ ഫാക്ടേഴ്സ് വേണം ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകാൻ? അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കുന്ന എപ്പോഴും ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകണമെങ്കിൽ ധാരാളം ഓക്സിജൻ വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി നമുക്കറിയാം അല്ലേ. അപ്പോൾ ഏത് കൂടുതലായിരിക്കണം? ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലായിരിക്കണം. ബാക്കി കാര്യങ്ങളെല്ലാം ലോ ആയിരിക്കണം. ലോ കാർബൺ ഡയോക്സൈഡ് ആയിരിക്കണം, ലെസ്സർ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ആയിരിക്കണം, ലോ ടെമ്പറേച്ചറും ആയിരിക്കണം. അങ്ങനെ ഓരോ ഈ 4 ഫാക്ടേഴ്സ് നിങ്ങൾ ഓർത്തിരിക്കും. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഉണ്ടായിരിക്കണം, ലോ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആയിരിക്കണം, ലെസ് ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ ആയിരിക്കണം, ലോ ടെമ്പറേച്ചറും ആയിരിക്കണം. ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഓക്സിജൻ ആരുമായിട്ട് കമ്പൈൻ ചെയ്യും? ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഫേവർ ദ ഡിസോസിയേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ഇൻ ടിഷ്യൂസ്? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ ഒരു അൺസ്റ്റേബിൾ ആണ് അല്ലേ. ഇത് പെട്ടെന്ന് തന്നെ ഡിസോസിയേറ്റ് ചെയ്ത് ഓക്സിജനും ഹീമോഗ്ലോബിനുമായിട്ട് മാറാറുണ്ട് അല്ലേ. അപ്പോൾ എപ്പോഴാണ് ഇത് ഡിസോസിയേറ്റ് ചെയ്യുന്നതെന്നാണ്. അത് സാധാരണ നടക്കുന്നത് ടിഷ്യൂസിലാണ് അല്ലേ. ടിഷ്യൂസ് ബ്ലഡ് ഇങ്ങനെ ഓക്സി ഹീമോഗ്ലോബിനെ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ടിഷ്യൂസിനെല്ലാം ഓക്സിജൻ കൊടുക്കണമല്ലോ. ആ ടിഷ്യൂസിൻ്റെ അടുക്ക എത്തുമ്പോൾ ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് നടക്കും. അതായത് ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഓക്സിജനും ഹീമോഗ്ലോബിനുമായിട്ട് മാറും. അപ്പോൾ അതിന് വേണ്ട ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. അപ്പോൾ എപ്പോഴാണ് ഇത് ഡിസോസിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും ഡിസോസിയേറ്റ് ചെയ്യുന്ന സെല്ലുകളിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കുറയുമ്പോൾ അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. ലോ പാർഷ്യൽ പ്രഷർ ഉണ്ടാകുമ്പോൾ, പാർഷ്യൽ പ്രഷർ കുറവായിട്ട് നിൽക്കുമ്പോൾ, പിന്നെ ഹൈ കാർബൺ ഡയോക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുതലായിട്ട് നിൽക്കുമ്പോൾ, അതുപോലെ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ അല്ലേ, ഹൈ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ, പിന്നെ ഹയർ ടെമ്പറേച്ചർ കൂടുതലായിരിക്കണം, ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കണം, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് കൂടുതലായിരിക്കണം, പിന്നെ ഏത് കുറവായിരിക്കണം? ലോ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണിത് അല്ലേ. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സും ഓർത്തിരിക്കുക. ഇത് എന്തിൻ്റെ ഫാക്ടേഴ്സാണ്? ഡിസോസിയേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. നേരത്തെ പറഞ്ഞാൽ നമ്മളെന്താ, ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്ന കാര്യമാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിസോസിയേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. അങ്ങനെ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യാനുള്ള ഫാക്ടേഴ്സാണ് ലോ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്, ഹൈ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ, ഹൈ ടെമ്പറേച്ചർ. These conditions are favorable for dissociation of oxygen from oxyhemoglobin. Next. അടുത്ത നമുക്ക് ഈ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്ന ഒരു കർവിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അതായത് ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു
ഒരു ഗ്രാഫ് നമ്മൾ വരച്ചാൽ കിട്ടുന്ന ഒരു കർവാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഇതൊരു സിഗ്മോയിഡ് കർവാണ്. സിഗ്മോയിഡ് മീൻസ് എസ് ഷേപ്പിലിരിക്കുന്ന ഒരു കർവ് which is obtained when percentage saturation of hemoglobin with oxygen is plotted against the partial pressure of oxygen. This curve is called as oxygen dissociation curve. അതായത് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നു. ആ ഗ്രാഫിൽ അതിൻ്റെ y ആക്സിസിൽ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ എന്നാണ് വരയ്ക്കുന്നത്. പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് എന്താണ് ഈ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ? സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലയോ, ഹീമോഗ്ലോബിന് 4 ഓക്സിജനെ വഹിക്കാനുള്ള കഴിവുണ്ട് അല്ലേ, ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ ഒരു ഹീമോഗ്ലോബിൻ്റെ 4 ഓക്സിജൻ ഫുള്ളായിട്ട് അതിലുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. ഒരു ഹീമോഗ്ലോബിനിൽ 4 ഓക്സിജൻ മോളിക്യൂൾ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് അതിനെ നമ്മൾ ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര സാച്ചുറേഷൻ ഉണ്ട് എന്നതാണ് നമ്മൾ y ആക്സിസിൽ ലേബിൾ ചെയ്യുന്നത്. എത്ര പെർസെൻറ്റേജ്? ഇപ്പോൾ 100% അല്ലേ, ഇപ്പോൾ 20, 40, 60, 80, 100 അല്ലേ, 100 വരെ പോകണം എന്നില്ല. 90 ആകുമ്പോൾ തന്നെ ഒരു ഹീമോഗ്ലോബിൻ്റെ 4 വാലൻസിയിലും എന്ത് വന്നിരിക്കും? ഓക്സിജൻ അറ്റാച്ച് ചെയ്ത്. അപ്പോഴാണ് നമ്മൾ അതിനെ ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് നമ്മൾ ഏതിൽ നോട്ട് ചെയ്യിക്കുന്നത്? y ആക്സിസിൽ. അതേസമയം നമ്മൾ x ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ്. പാർഷ്യൽ പ്രഷർ ഓഫ് അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നമ്മൾ ബ്ലഡിൻ്റെ അകത്തെ പാർഷ്യൽ പ്രഷർ, ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ നമ്മൾ എക്സ് ആക്സിസിലും y ആക്സിസിൽ പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ, ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന പെർസെൻറ്റേജ് എത്ര എന്നുള്ളതാണ് ഇവിടെ വരയ്ക്കുന്നത്. അങ്ങനെ നമ്മൾ പ്ലോട്ട് വരച്ച് ലേബിൾ ചെയ്താൽ it is highly useful in the studying the effect of factors like partial pressure of carbon dioxide, hydrogen ion concentration, etc. on binding of oxygen with hemoglobin. എത്രത്തോളം ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതായത് ഈ ഗ്രാഫ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് പാർഷ്യൽ പ്രഷർ കൂടി നിൽക്കുമ്പോൾ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ ഗ്രാഫ് നോക്കി, ഒരു 100 അല്ലെങ്കിൽ 90 അല്ലേ, 80ക്കും 100നും ഇടയ്ക്ക് 90 വരും അല്ലേ. 90 എത്തുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? പാർഷ്യൽ പ്രഷർ 90 എത്തുമ്പോൾ തന്നെ ദ ഹീമോഗ്ലോബിൻ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്. ഇങ്ങോട്ട് നോക്കിയാൽ നമുക്കറിയാം അല്ലേ, ഈ 90 വരുമ്പോൾ 90 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ദ ഹീമോഗ്ലോബിൻ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്, 100% സാച്ചുറേഷൻ ആണ് അല്ലേ. ഇങ്ങോട്ട് താഴോട്ട് നോക്കിക്കേ, ഈ 90ക്ക് താഴോട്ട് വരുമ്പോൾ ദ സാച്ചുറേഷൻ ലെവൽ ഓൾസോ ഡിക്രീസസ് അല്ലേ. 80 ആവുമ്പോൾ സാച്ചുറേഷൻ കുറഞ്ഞു, 70 ആയപ്പോൾ വീണ്ടും കുറഞ്ഞു, 60 ആയപ്പോൾ വീണ്ടും കുറയുന്നു അല്ലേ, 50 ആയപ്പോൾ വീണ്ടും കുറയുന്നു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടി നിൽക്കുമ്പോൾ എന്തും കൂടുതലായിരിക്കും? സാച്ചുറേഷനും കൂടുതലായിരിക്കും. വെൻ പാർഷ്യൽ പ്രഷർ ഡിക്രീസസ്, പാർഷ്യൽ പ്രഷർ കുറയുമ്പോൾ ദ സാച്ചുറേഷൻ ഈസ് ഓൾസോ ഡിക്രീസിങ്. ഇതാണ് ഈ ഗ്രാഫ് നമുക്ക് എങ്ങനെ കിട്ടും? ഇറ്റ് ഗീവ്സ് എൻ എസ് ഷേപ്ഡ് കർവ്. ഒരു എസ് ഷേപ്പിലിരിക്കുന്ന ഒരു കർവാണ് നമുക്ക് കിട്ടുന്നത്. ഈ കർവിനെയാണ് നമ്മൾ പറയുന്നതാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. അതായത് പാർഷ്യൽ പ്രഷർ കൂടുതലിരിക്കുമ്പോൾ ബ്ലഡിൻ്റെ അകത്ത് ഹീമോഗ്ലോബിൻ ധാരാളം ഉണ്ടാവും. ബ്ലഡ് ടിഷ്യൂസിൻ്റെ അകത്തൂടെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ സാച്ചുറേഷൻ കുറഞ്ഞു വരും അല്ലേ. അത് കാണിക്കുന്ന ഗ്രാഫാണ് ഇത്. അപ്പോൾ ഈ ഗ്രാഫ് വെച്ച് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം, എന്താണ് ഈ കർവ് മീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് എഴുതിയാൽ മതി. പാർഷ്യൽ പ്രഷർ ഹൈ ആയിട്ട് നിൽക്കുമ്പോൾ സാച്ചുറേഷൻ ഈസ് ഓൾസോ ഹൈ. വെൻ പാർഷ്യൽ പ്രഷർ ഡിക്രീസസ്, ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കുറയുമ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഡിസോസിയേഷൻ ഓൾസോ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യുകയും അങ്ങനെ എന്ത് കുറഞ്ഞു വരും? പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷൻ കുറഞ്ഞു വരും. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇത് പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുന്നതാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഇപ്പം നമ്മൾ ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട് പറഞ്ഞു അല്ലേ. 97% ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഓക്സി ഹീമോഗ്ലോബിൻ്റെ രൂപത്തിലാണ് അല്ലേ. ബാക്കി 3% പ്ലാസ്മയിലെ വാട്ടറിൽ ലയിച്ചാണ് ഓക്സിജൻ പോകുന്നത്. അത് നമ്മൾ ആ ഒരു 2 മെത്തേഡ് പഠിച്ചു വെച്ചേക്കുക. ഓക്സിജൻ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു വെക്കുക. 97% is carried in the form of oxyhemoglobin and 3% is carried along the plasma water.
പ്ലാസ്മയിലെ വെള്ളത്തിൽ അലിഞ്ഞാണ് ഓക്സിജൻ കൊണ്ടുപോകുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് ടേക്ക് പ്ലേസ് ഇൻ 3 മെത്തേഡ്സ്. 3 മെത്തേഡ് വഴിയാണ്. ആസ് കാർബോണിക് കാർബമിനോ ഹീമോഗ്ലോബിൻ, ആസ് ബൈകാർബണേറ്റ്, ആസ് കാർബോണിക് ആസിഡ്. ഇത് 3ഉം പഠിച്ചു വെച്ചേക്കാം. എന്തൊക്കെയാണ്, ഏതൊക്കെ രൂപത്തിലാണ് കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ആസ് കാർബമിനോ ഹീമോഗ്ലോബിൻ്റെ രൂപത്തിൽ, ബൈകാർബണേറ്റിൻ്റെ രൂപത്തിൽ, ആൻഡ് കാർബോണിക് ആസിഡിൻ്റെ രൂപത്തിൽ. അങ്ങനെ 3 രീതിയിലാണ്. ഈ 3 രീതികളും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് ടേക്ക് പ്ലേസ് ഇൻ 3 മെത്തേഡ്സ്. അതിൽ കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന രൂപത്തിൽ കൊണ്ടുപോകുന്നത് നിയർലി 20-25% ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇസ് ട്രാൻസ്പോർട്ടഡ് ബൈ RBC. RBCയിൽ കൂടിയാണ്. RBC നമുക്കറിയാം ഹീമോഗ്ലോബിൻ ഉണ്ട് അല്ലേ. RBCയിലെ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട്, തെറ്റിപ്പോകരുത് അല്ലേ, ഈ വാക്ക് ഓർത്തിരുന്നോണം. കാർബമിനോ ഹീമോഗ്ലോബിൻ്റെ രൂപത്തിലാണ് 20-25% ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് അല്ലേ. അതായത് RBCയിലെ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് ഏതാ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്? കാർബമിനോ ഹീമോഗ്ലോബിൻ. ആൻഡ് അടുത്തത് ആസ് ബൈകാർബണേറ്റ്. ബൈകാർബണേറ്റിൻ്റെ രൂപത്തിൽ പോകുന്നത് 70% ആണ്. 70% ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് ക്യാരിഡ് ആസ് ബൈകാർബണേറ്റിൻ്റെ രൂപത്തിൽ. ഇനി ബാക്കിയുള്ള 7% അല്ലേ, 5-7% എന്ന് പറയുന്നത്, എബൌട്ട് 7% ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇസ് ക്യാരിഡ് ഇൻ എ ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ത്രൂ പ്ലാസ്മ ആസ് കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡിൻ്റെ രൂപത്തിൽ. അപ്പോൾ ഈ 3ഉം എത്ര ശതമാനം എന്നുള്ളത് ഓർത്തിരിക്കുക. കാർബമിനോ ഹീമോഗ്ലോബിൻ്റെ രൂപത്തിൽ 20-25%, ബൈകാർബണേറ്റിൻ്റെ രൂപത്തിൽ 70%, ബാക്കി 7% മാത്രമേ കാർബോണിക് ആസിഡ്, അതായത് പ്ലാസ്മയിലെ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ 3 മെത്തേഡ് ഒന്നുകൂടെ വിശദീകരിക്കുന്നുണ്ട് ഇവിടെ. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ ടിഷ്യൂസ്, partial pressure of oxygen is less and partial pressure of carbon dioxide is high. ടിഷ്യൂസിലെത്തുമ്പോൾ അല്ലേ, ടിഷ്യൂസിലെല്ലാം നമുക്കറിയാം, ടിഷ്യൂസിലെല്ലാം ഓക്സിജൻ ഉപയോഗിച്ചിട്ട് കാർബൺ ഡയോക്സൈഡ് ധാരാളം ഉണ്ടായിരിക്കുകയാണ് സെല്ലിൻ്റെ അകത്തെല്ലാം അല്ലേ. അപ്പോൾ ആ കാർബൺ ഡയോക്സൈഡ് പാർഷ്യൽ പ്രഷർ ഹൈ ആയിരിക്കും കാർബൺ ഡയോക്സൈഡിന്. അപ്പോൾ എന്ത് പറ്റും, ഈ സൈഡിൽ കൂടെ പോകുന്ന ബ്ലഡ് വെസലിൻ്റെ അകത്തെ ബ്ലഡിൻ്റെ അകത്തുള്ള ഹീമോഗ്ലോബിനുമായിട്ട് ഈ കാർബൺ ഡയോക്സൈഡ് എൻ്റർ ചെയ്യും. അങ്ങനെ ആ കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നു, ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന രൂപത്തിൽ ഫോം ചെയ്യും. അത് തിരിച്ച് നമ്മുടെ ലങ്സിലെത്തുമ്പോൾ ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ്. അതായത് ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് RBCക്കകത്താണല്ലോ ഹീമോഗ്ലോബിനുള്ളത്. ഹീമോഗ്ലോബിൻ കാർബൺ ഡയോക്സൈഡുമായിട്ട് ചേർന്നിട്ട് കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. ഇതാണ് ഫസ്റ്റ് ഒരു മെത്തേഡ്. ഇത് 20-25% ആണ് ഇങ്ങനെ പോകുന്നത്. ഇത് ലങ്സിലെത്തുമ്പോൾ ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് നടക്കും. ടിഷ്യൂസിലാണ് ഇങ്ങനെ നടക്കുന്നത്. തിരിച്ച് ലങ്സിലെത്തുമ്പോൾ ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് നടന്നിട്ട് ഹീമോഗ്ലോബിൻ ബ്ലഡിൽ നിൽക്കും, കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് ആൽവിയോളാർ എയറിലേക്ക് വിടും. ഇനി അടുത്തത് ബൈകാർബണേറ്റിൻ്റെ രൂപത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ എന്താ ബൈകാർബണേറ്റിൻ്റെ രൂപത്തിൽ നോക്കി, RBC contain the enzyme carbonic anhydrase which convert the carbon dioxide and water to carbonic acid. അതായത് ഈ ബാക്കിയുള്ള കാർബൺ ഡയോക്സൈഡ് 70% കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നു, RBCക്കകത്തെ വാട്ടറുമായിട്ട് ചേർന്നിട്ട് എന്തുണ്ടാകുന്നു, കാർബോണിക് ആസിഡ് ഉണ്ടാകും. ഏത് ഒരു എൻസൈമോട് വർക്ക് ചെയ്യുന്നുണ്ട്, ആ എൻസൈമിൻ്റെ പേരാണ് കാർബോണിക് അൺഹൈഡ്രേസ്. അപ്പോൾ ഈ ഇക്വേഷൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, കാർബൺ ഡയോക്സൈഡ് RBCയിലെ വാട്ടറുമായിട്ട് ചേരുമ്പോൾ, കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടി ചേരുമ്പോൾ എന്തോ സാധാരണ ഉണ്ടാകുന്നത് H2CO3 എന്ന് പറയുന്നതാണ് കാർബോണിക് ആസിഡ് അല്ലേ. കാർബോണിക് ആസിഡായിട്ട് മാറും. ആദ്യം ഏത് എൻസൈമിൻ്റെ സഹായത്താലാണ്, കാർബോണിക് ആൻഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സഹായത്താൽ കാർബോണിക് ആസിഡായിട്ട് മാറുന്നു. പക്ഷേ ഈ RBCക്കകത്ത് കാർബോണിക് ആസിഡ് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ ഡിസോസിയേറ്റ് ടു ഫോം ബൈകാർബണേറ്റ് ആൻഡ് ഹൈഡ്രജൻ അയോൺ. ഇത് ഏത് രൂപത്തിലാകുന്നു, പെട്ടെന്ന് തന്നെ ഈ കാർബോണിക് ആസിഡ് ഡിവൈഡ് ചെയ്തിട്ട് ബൈകാർബണേറ്റ് അയോണും ഹൈഡ്രജൻ അയോണുമായിട്ട് മാറും. അങ്ങനെ ഈ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഏത് രൂപത്തിൽ പോകും, ബൈകാർബണേറ്റ് അയോണിൻ്റെ രൂപത്തിൽ പോവുകയാണ്.
ഇപ്പം അതാണ് കാർബോണിക് ആസിഡ് സൂൺ ഡിസോസിയേറ്റ് ഇൻ ടു ദ ഹൈഡ്രജൻ അയോൺ ആൻഡ് ബൈകാർബണേറ്റ് അയോൺ. ബൈകാർബണേറ്റ് അയോൺ സൂൺ ഡിഫ്യൂസസ് ഔട്ട് ഓഫ് ദ ആർ ബി സി. പെട്ടെന്ന് തന്നെ ബൈകാർബണേറ്റ് അയോൺ ആർ ബി സിക്ക് വെളിയിലായിട്ട് വരുന്നു. അതാണ് ഈ ഡയഗ്രാം. നമുക്ക് പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ +2 ലെവലിൽ പഠിക്കാനില്ല. പക്ഷേ എൻട്രൻസിനൊക്കെ ചോദിക്കും. ബൈകാർബണേറ്റ് അയോൺ ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യുകയും ആർ ബി സിയിലേക്ക് ബൈകാർബണേറ്റ് അയോൺ ഡിഫ്യൂസസ് ഔട്ട് ഓഫ് ദ ആർ ബി സിയുടെ വെളിയിലേക്ക് പോവുകയും അറ്റ് ദ ആൽവിയോളാർ സൈറ്റ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ലോ ആൻഡ് ദ റിയാക്ഷൻ ഈസ് റിവേഴ്സ്ഡ്. എന്നിട്ട് ആൽവിയോളസിൽ എത്തുമ്പോൾ ഇതിൻ്റെ റിവേഴ്സ് റിയാക്ഷൻ നടക്കും. കാരണം ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ഹൈഡ്രജൻ അയോണും ബൈകാർബണേറ്റും കൂടി ചേർന്നിട്ട് കാർബോണിക് ആസിഡ് ആകുകയും കാർബോണിക് ആസിഡ് പെട്ടെന്ന് ഡിസോസിയേറ്റ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആകുകയും അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. At the alveolar site, the partial pressure of oxygen is low and the reaction is reversed. Thus, carbon dioxide trapped as bicarbonate from tissue is transported to the alveoli and released out as carbon dioxide. എന്നിട്ട് തിരിച്ച് അത് ആൽവിയോളസിൽ വന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു. അപ്പോൾ ഇവിടെ ബൈകാർബണേറ്റിൻ്റെ രൂപത്തിൽ പോകുന്നത് എത്ര ശതമാനമാണെന്ന് പറഞ്ഞ് 70% കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ബൈകാർബണേറ്റിലേക്ക് ഫോം ചെയ്യുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. അതും ഒരു മെത്തേഡാണ്. പിന്നെ നമ്മൾ പഠിച്ച ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കാർബോണിക് ആസിഡ് എന്ന രൂപത്തിൽ about 7% of carbon dioxide is carried in a dissolved state through plasma. പ്ലാസ്മയിലെ വാട്ടറിൽ ഡിസോൾവ്. ഏത് വാട്ടർ ആണെങ്കിലും കാർബൺ ഡയോക്സൈഡ് വെള്ളവുമായിട്ട് ചേരുമ്പോൾ എന്തുണ്ടാവും, കാർബോണിക് ആസിഡിൻ്റെ രൂപത്തിലാവും അല്ലേ. അപ്പോൾ പ്ലാസ്മയിലെ വെള്ളവുമായിട്ട് ചേർന്നിട്ട് കാർബോണിക് ആസിഡിൻ്റെ രൂപത്തിൽ പോകും. എന്നിട്ട് അത് ആൽവിയോളസിലെത്തുമ്പോൾ തിരിച്ച് അതിൻ്റെ റിവേഴ്സ് ആകും. പ്ലാസ്മയിൽ നിന്ന് അത് തിരിച്ച് ഇൻ പ്ലാസ്മ കാർബൺ ഡയോക്സൈഡ് കമ്പൈൻ വിത്ത് വാട്ടർ ടു ഫോം കാർബോണിക് ആസിഡ്. ഇനി ആൽവിയോളസിലെത്തുമ്പോൾ ഈ കാർബോണിക് ആസിഡ് സ്പ്ലിറ്റ് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് വാട്ടറുമായിട്ട് മാറും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമുക്ക് 3 മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് പഠിക്കണം. 1 കാർബാമിനോ ഹീമോഗ്ലോബിൻ്റെ രൂപത്തിൽ, 2 ബൈകാർബണേറ്റിൻ്റെ രൂപത്തിൽ, 3 കാർബോണിക് ആസിഡിൻ്റെ രൂപത്തിൽ. ഈ 3 മെത്തേഡ് നിങ്ങൾ പഠിക്കുക. 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ടും 3 മാർക്ക് ക്വസ്റ്റ്യനായിട്ടും ഒക്കെ ചോദിക്കുന്ന ഒരു സാധനമാണ് ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ്. Every 100 ml of deoxygenated blood delivers approximately 4 ml of carbon dioxide to the alveoli. ആൽവിയോളൈൻ്റെ അകത്ത് കാർബൺ ഡയോക്സൈഡിനെ പുറത്ത് കളയാൻ സഹായിക്കുന്ന 100 ml ബ്ലഡിൽ എത്രത്തോളം കാണുമെന്ന് പറയുന്നത് 4 ml കാർബൺ ഡയോക്സൈഡാണ് 100 ml ബ്ലഡിൽ നിന്ന് പുറത്തേക്ക് കളയുന്നതാണ് അതിൻ്റെ റേറ്റ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ്റെ റെഗുലേഷൻ. അതായത് നമ്മുടെ റെസ്പിറേഷനെ, ശ്വസനത്തിനെ കൺട്രോൾ ചെയ്യുന്ന സെൻറ്റേഴ്സ് നമ്മുടെ ബ്രെയിനിലുണ്ട്. അതിനെയാണ് ആ സെൻറ്റേഴ്സാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. എ സ്പെഷ്യലൈസ്ഡ് സെൻറ്റർ പ്രസൻറ്റ് ഇൻ ദ മെഡുലാർ റീജിയൻ ഓഫ് ദ ബ്രെയിൻ കോൾഡ് റെസ്പിറേറ്ററി റിതം സെൻറ്റർ. ഇതാണ് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്ന റീജിയൻ നിങ്ങൾക്ക് അറിയാം അല്ലേ. ആ മെഡുലാർ റീജിയനിൽ ഒരു സെൻറ്റർ ഉണ്ട് വിച്ച് ഇസ് കോൾഡ് ആസ് റെസ്പിറേറ്ററി റിതം സെൻറ്റർ. is primarily responsible for the regulation of respiration. റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്ന സെൻറ്ററാണ് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ. അനദർ സെൻറ്റർ പ്രസൻറ്റ് ഇൻ ദ പോൺസ് റീജിയൻ ഓഫ് ബ്രെയിൻ. അതായത് മറ്റൊരു റീജിയനാണ് പോൺസ് റീജിയൻ. പോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹൈൻഡ് ബ്രെയിൻ വരുന്ന ഭാഗം. നമുക്ക് കൂടുതൽ പഠിക്കാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പോൺസ് എന്ന് പറയുന്ന റീജിയൻ ഈ ഭാഗത്തായിട്ട് വരുന്ന ഒരു റീജിയൻ. ആ ഭാഗത്തിൻ്റെ താഴെയായിട്ട് മറ്റൊരു റീജിയൻ ഉണ്ട് വിച്ച് ഇസ് കോൾഡ് ആസ് ന്യൂമോടോക്സിക് സെൻറ്റർ. called pneumotoxic center can moderate the function of respiratory rhythm centers. അതായത് റെസ്പിറേറ്ററി റിതം സെൻറ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിച്ച് നിൽക്കുന്നത് ഈ ന്യൂമോടോക്സിക് സെൻറ്റേഴ്സ് ആണ്. ന്യൂറൽ സിഗ്നൽസ് ഫ്രം ദ സെൻറ്റേഴ്സ് ക്യാൻ റെഡ്യൂസ് ദ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് ദെർബൈ ആൾട്ടർ ദ റെസ്പിറേറ്ററി റേറ്റ്. നമ്മുടെ റെസ്പിറേറ്ററി റേറ്റിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ സെൻറ്ററിൽ നിന്നുള്ള സിഗ്നൽസ് റെസ്പിറേറ്ററി റിതം സെൻറ്റേഴ്സിനെ നിയന്ത്രിക്കുമ്പോഴാണ് നമ്മുടെ ശ്വസനത്തിൻ്റെ സമയം ഒക്കെ ക്രമീകരിച്ചു വെക്കുന്നത്. അതാണ് ന്യൂറൽ സിഗ്നൽസ് ഫ്രം ദിസ് സെൻറ്റർ. ഈ സെൻറ്ററിൽ നിന്ന് ക്യാൻ റെഡ്യൂസ് ദ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ ശ്വസനത്തിൻ്റെ അകത്തൊക്കെ എടുക്കുന്ന എയർ പുറത്തേക്ക് കളയുന്ന എയറിൻ്റെ ഒക്കെ നിയന്ത്രിക്കുന്നതൊക്കെ ഈ സെൻറ്റേഴ്സാണ്. ഇനി മറ്റൊരു സെൻറ്റർ കൂടിയുണ്ട് വിച്ച് ഇസ് കോൾഡ് ആസ് കീമോ സെൻസിറ്റീവ് ഏരിയ. ഈസ് സിറ്റുവേറ്റഡ് അഡ്ജസൻറ്റ് ടു ദ റിതം സെൻറ്റർ വിച്ച് ഈസ്
സെൻസിറ്റീവ് ടു കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ അയോൺ. അതായത് നമ്മുടെ ബ്ലഡിൽ എത്രത്തോളം കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, എത്രത്തോളം ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ഉണ്ട്, ഇതിനെയൊക്കെ ഇതൊക്കെ സെൻസ് ചെയ്യുന്ന ഒരു സെൻറ്റർ കൂടിയുണ്ട്. അതിൻ്റെ പേരാണ് കീമോ സെൻസിറ്റീവ് ഏരിയാസ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ increasing these substance can activate this center, which in turn can signal the rhythm center to make the necessary adjustment in the respiratory process by which these substances can be eliminated. ഇപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ കുറേ കാർബൺ ഡയോക്സൈഡ് കയറി അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോണിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ഈ കീമോ സെൻസിറ്റീവ് ഏരിയാസ് ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും അങ്ങനെ നമ്മുടെ റെസ്പിറേഷൻ ക്രമീകരിക്കുകയും നമ്മുടെ ബോഡിയിലുള്ള ഈ അമിതമായിട്ടുള്ള ഈ സാധനങ്ങളെ പുറന്തള്ളാനുള്ള മാർഗങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ സെൻറ്റേഴ്സ് നമ്മളെ സഹായിക്കും. കീമോ സെൻസിറ്റീവ് ഏരിയാസ്. അതുപോലെ തന്നെ റിസപ്റ്റേഴ്സ് അസോസിയേറ്റ് വിത്ത് അയോർട്ടിക് ആർച്ച് ആൻഡ് കരോട്ടിഡ് ആർട്ടറി ഓൾസോ റെക്കഗ്നൈസസ് ദ കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ ആൻഡ് സെൻഡ് നെസസറി സിഗ്നൽസ് ടു സെൻറ്റേഴ്സ് ഫോർ റെമഡിയൽ ആക്ഷൻ. നമ്മുടെ ഹാർട്ടിലുള്ള കുറേ റീജിയൻസ് ആണ്. അവിടെ ഉള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ബ്ലഡിൽ എത്രത്തോളം കാർബൺ ഡയോക്സൈഡ് ഉണ്ട് അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ എത്ര ഉണ്ടെന്നൊക്കെ ഉള്ള റീഡ് ചെയ്യുന്ന സെൻറ്റേഴ്സാണ് അയോർട്ടിക് സെൻറ്റേഴ്സ് എന്നും കരോട്ടിഡ് സെൻറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. അവരതിനെ ഈ റിതമിക് സെൻറ്റേഴ്സിനോട് പറഞ്ഞ് നമ്മുടെ വേണ്ട ക്രമീകരണങ്ങളൊക്കെ നടത്തും. ഇനി നമുക്ക് പഠിക്കാനുള്ള ഡിസോർഡേഴ്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. എന്തൊക്കെയാണ് റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഡിസോർഡറുകൾ? ഒന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ആസ്മ എന്ന് പറയുന്ന രോഗം അല്ലേ. ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് കോസിങ് വീസിങ് ഡ്യൂ ടു ദ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. അതായത് ചില ആളുകൾക്ക് ഈ ശ്വാസനാളത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, നീര് വെക്കുക, ശ്വാസനാളത്തിനുള്ളിൽ ഇങ്ങനെ വീർത്ത് തണുത്ത് വരിക. അങ്ങനെ വരുമ്പോൾ ഇതിൽ കൂടെയുള്ള എയർ പാസേജിന് എയർ സുഗമമായിട്ട് കയറുകയും ഇറങ്ങുകയും ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നു. അപ്പോൾ അവർക്കുണ്ടാകുന്ന ശ്വാസം മുട്ടനെയാണ് നമ്മൾ വീസിങ് എന്ന് പറയും, വലിവെന്ന് പറയും. വലിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലേ. വളരെ ബുദ്ധിമുട്ടി ശ്വാസം എടുക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ ആസ്മ എന്ന് പറയും. അത് ഇതിൻ്റെ ഉള്ളിലെ ക്യാവിറ്റി ഇടുങ്ങിപ്പോവും. അതായത് ഇവിടെ ഇങ്ങനെ തണുത്തിരിക്കും, നീര് വെച്ച് തണുത്തിരിക്കുമ്പോഴാണ് ശ്വാസനാളം ചെറുതാകുകയും അത് അകത്തേക്ക് എയർ കയറുകയും ഇറങ്ങുകയും ചെയ്യാൻ അവർ വളരെ ബുദ്ധിമുട്ട്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഇൻഫ്ലമേഷൻ അല്ല ഇതേപോലുള്ള അലർജി കണ്ടീഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഈ ആസ്മ പേഷ്യൻസിനൊക്കെ ഈ ബുദ്ധിമുട്ട് വരുന്നത് അല്ലേ. അവരിങ്ങനെ ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ അലർജി കൊണ്ടൊക്കെയാണ് ആസ്മ ഉണ്ടാകുന്നത്. പിന്നെ മറ്റൊരവസ്ഥയാണ് എംഫിസിമ. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എംഫിസിമ എന്ന് പറയുന്നത് ക്രോണിക് ഡിസോർഡർ ഇൻ വിച്ച് ആൽവിയോളർ വാൾസ് ആർ ഡാമേജ് ഡ്യൂ ടു വിച്ച് റെസ്പിറേറ്ററി സർഫസ് ഇസ് ഡിക്രീസ്ഡ്. ആൽവിയോളർ എയർ കയറുന്ന സ്ഥലങ്ങളെല്ലാം വാൾസ് എല്ലാം ഡാമേജ്ഡ് ആവുക. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സ്ഥിരം പുക വലിക്കുന്ന ആൾക്കാർ. വൺ ഓഫ് ദ മേജർ കോസ് ഓഫ് ദിസ് ഈസ് സിഗരറ്റ് സ്മോക്കിംഗ്. സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ആളുകളിലെല്ലാം ഈ ആൽവിയോളയ്ക്കകത്തെല്ലാം ഇങ്ങനെ ഈ സ്മോക്കിൻ്റെ കറ പിടിക്കുകയും കരി പിടിക്കുകയും ഒക്കെ ചെയ്ത് ഈ ആൽവിയോളാർ സർഫസ് എല്ലാം ഡാമേജ്ഡ് ആവും. അങ്ങനെ വരുമ്പോൾ ആൽവിയോളസിൽ കൂടാണല്ലോ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കാൻ പറ്റാതെ പോകുന്നത് അങ്ങനെയുള്ള പ്രദേശങ്ങൾ. അങ്ങനെ വരുമ്പോൾ അവർക്ക് ശ്വാസം മുട്ട് ഉണ്ടാവുകയും ആ അസുഖത്തിനെയാണ് ഡിഫിക്കൽട്ടിയാണ് നമ്മൾ എംഫിസിമ എന്ന് പറയും. അപ്പോൾ ഇതൊരു ആൽവിയോളാർ ഡാമേജ് ഉണ്ടാകുകയാണ് അല്ലേ ബൈ സിഗരറ്റ് സ്മോക്കിംഗ്. സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ആളുകളിലാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ സിഗരറ്റ് സ്മോക്ക് കൊണ്ട് ഉണ്ടാകുന്ന ഒരു റെസ്പിറേറ്ററി ഡിസോർഡർ എന്താണെന്ന് ചോദിച്ചാൽ എംഫിസിമ എന്ന് ഓർത്തിരിക്കുക. പിന്നുള്ള അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ജോലി സംബന്ധമായിട്ടുണ്ടാകുന്ന ശ്വസന രോഗങ്ങൾ. ഇൻ സർട്ടൻ ഇൻഡസ്ട്രീസ് എസ്പെഷ്യലി ദോസ് ഇൻവോൾവിങ് ഗ്രൈൻഡിങ് ഓർ സ്റ്റോൺ ബ്രേക്കിംഗ് so much dust is produced that the defense mechanism of the body cannot fully cope with the situation. നമുക്കറിയില്ല പാറ പൊട്ടിക്കുന്ന ആൾക്കാർ, എന്തെങ്കിലും പൊടിക്കുന്ന ആൾക്കാർ, നമ്മൾ സോ മില്ല് അല്ലേ, തടിയിറക്കുന്ന മില്ലുകൾ, അങ്ങനെയുള്ള പല മണലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവരിലൊക്കെ എന്ത് പറ്റും, ഈ പൊടി അടിച്ച് ഇവരുടെ മൂക്കിൽ കൂടി കയറി ലങ്സിൽ അടിഞ്ഞു കൂടുകയും അങ്ങനെ ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്ന അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. ജോലി സംബന്ധമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ. ലോങ് എക്സ്പോഷർ ക്യാൻ ഗീവ് റൈസ് ടു ഇൻഫ്ലമേഷൻ ലീഡിങ് ടു ഫൈബ്രോസിസ്
ആൻഡ് ദെൻ കോസസ് സീരിയസ് ലങ് ഡാമേജ്. ശ്വാസകോശത്തിൻ്റെ അകത്തൊക്കെ ഈ പൊടിപടലങ്ങൾ അടിഞ്ഞു കൂടിയിട്ട് ശ്വാസതടസ്സം ഉണ്ടാകാം, ഇൻഫെക്ഷൻസ് ഉണ്ടാകും. ഈ പൊടികളൊക്കെ ഇതിൻ്റെ അടിയിൽ അടിഞ്ഞു കൂടി കഴിയുമ്പോൾ ഈ പാറപ്പൊടിയും മണലും ഒക്കെ ഇവരുടെ ശ്വാസനാളത്തിൽ കാണും. അത് പല ശ്വാസകോശ രോഗങ്ങൾക്കും കാരണമാകും. വർക്കേഴ്സ് ഇൻ സച്ച് ഇൻഡസ്ട്രി ഷുഡ് വിയർ ദ പ്രൊട്ടക്റ്റീവ് മാസ്ക്. നമുക്കറിയാലോ, അങ്ങനെയുള്ള പൊടിയൊക്കെ ഉള്ള പൊടിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഫാക്ടറികളിലൊക്കെ തൊഴിലെടുക്കുന്ന ആളുകളിലൊക്കെ അവർക്ക് എന്തുപയോഗിക്കണമെന്നാണ് പറയുന്നത്? വർക്കേഴ്സ് എല്ലാം മാസ്ക് ഒക്കെ ധരിച്ച് വേണം ഈ രോഗങ്ങളെ ചെറുത്ത് നിൽക്കാൻ. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന പല രോഗങ്ങളുണ്ട്. ആസ്ബറ്റോസിസ്, അതുപോലെ സിലിക്കോസിസ് എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ. അപ്പം ഇത്രയാണ് രോഗങ്ങൾ നമുക്ക് പഠിക്കാനുള്ള. ആസ്മയുണ്ട്, എംഫിസീമയുണ്ട്, പിന്നെ ഈ പറഞ്ഞ ഒക്കുപേഷണൽ ലങ് ഡിസീസുകളും. അപ്പം ഇതൊരു ചെറിയ ചാപ്റ്റർ ആയിരുന്നു, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അതിൻ്റെ അകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ എയർ വോളിയംസ് എല്ലാം പഠിച്ചു. അതെല്ലാം ഒന്ന് നോക്കിക്കോണം, എല്ലാം ഒന്ന് എഴുതി പഠിക്കുക. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഇന്നത്തെ ഇന്ന് പറഞ്ഞ വീഡിയോയിൽ ഉള്ള കാര്യങ്ങൾ: ഒന്ന് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ, ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഡിസോർഡേഴ്സിൽ എംഫിസിമ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അത് നോട്ട് എഴുതുക, എന്നിട്ട് പഠിക്കുക.